എല്ലാവർക്കും നമസ്കാരം. നോൺ റെസിഡന്റ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത്, ഇന്ത്യൻ റെസിഡൻ്റായിട്ട് മാറുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിലുണ്ടാകുന്നതായ എല്ലാ പലിശയ്ക്ക് മുകളിലും അവരുടെ ഡെപ്പോസിറ്റുകൾക്ക് നികുതി അടയ്ക്കണമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംശയം. ഇന്നത്തെ വീഡിയോ നോൺ റെസിഡന്റ് ഇന്ത്യൻസ് ഇന്ത്യയിലേക്ക് തിരിച്ച് റീപാട്രിയേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഉണ്ടാകുന്നതായ ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ ഉണ്ടാകുന്നതായ നികുതിയെ പറ്റിയിട്ട് ആണ്. ഇപ്പോൾ നോൺ റെസിഡൻ്റ് ആവുന്ന സമയത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന രണ്ട് അക്കൗണ്ടുകൾ NRE നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണലും NRO നോൺ റെസിഡൻറ്റ് ഓർഡിനറിയുമാണ്. NRO രീതിയിൽ ഉണ്ടാകുന്നതായ ഡെപ്പോസിറ്റുകൾ അത് നോൺ റെസിഡൻ്റ് ആവുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്തും തീർച്ചയായിട്ടും ടാക്സബിൾ ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. എന്നാൽ NREയുടെ കാര്യത്തിൽ ഈ പറയുന്ന രീതിയിൽ തിരിച്ച് വന്നതിന് ശേഷവും കുറച്ച് കാലത്തേക്ക് ആ വിസ കാലയളവിൽ അല്ലെങ്കിൽ ബാങ്കുകൾ മിനിമം 2-3 വർഷത്തേക്കെല്ലാം NRE സ്റ്റാറ്റസ് ആയിട്ട് തന്നെ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പം അതിൽ നിന്നുണ്ടാകുന്ന പലിശയുടെ ടാക്സബിലിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 10(4)(2) 1961 ആക്ടിൻ്റെ പരിധിയിലുണ്ടാവുന്നതായ അതേ സെക്ഷന് തത്തുല്യമായിട്ടുണ്ടാവുന്ന എക്സംഷൻ പുതിയ ആക്ടിൻ്റെ പരിധിയിൽ ഷെഡ്യൂൾ നമ്പർ 4-നകത്തുണ്ടാവുന്ന സീരിയൽ നമ്പർ 1 ആകുന്നു. ഈ പറയുന്ന പ്രൊവിഷനകത്ത് നമ്മൾ നോൺ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ NRE അക്കൗണ്ടിനകത്ത് NRE ഡെപ്പോസിറ്റിനകത്ത് കിട്ടുന്നതായിട്ടുണ്ടാവുന്ന ഇൻട്രസ്റ്റിൻ്റെ എക്സംഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന നോൺ റെസിഡൻ്റ് ഈ സെക്ഷനകത്ത് പ്രതിപാദിക്കുന്നത് ഇൻകം ടാക്സ് ആക്ടിൽ ഉണ്ടാകുന്ന സെക്ഷൻ 6 പ്രകാരം 182 ദിവസം തുടങ്ങിയിട്ടുണ്ടാവുന്ന ദിവസത്തിൻ്റെ കണക്കുകൾ പ്രകാരം ഉണ്ടാകുന്ന നോൺ റെസിഡൻറ്റിനെ പറ്റിയിട്ടല്ല, മറിച്ച് ഫെമ റെഗുലേഷൻ പ്രകാരം ഉണ്ടാവുന്നതായ ഫെമയിലുണ്ടാവുന്ന സെക്ഷൻ 2(V)ക്കകത്ത് പറയുന്നതാണ് അവിടുത്തെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഫെമ റെഗുലേഷൻ പ്രകാരം ഉണ്ടാകുന്ന റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഇൻകം ടാക്സ് പറയുന്നതിനകത്തും പറയുന്ന റെസിഡൻഷ്യൽ സ്റ്റാറ്റസും തമ്മിൽ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. ഫെമ റൂളിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് 2V നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ പെർമനൻ്റ് എംപ്ലോയ്മെൻറ്റോ ബിസിനസ്സോ ഇല്ലാത്ത ഇന്ത്യക്ക് പുറത്ത് എപ്പോൾ വേണമെങ്കിലും പോകാൻ ആഗ്രഹത്തോട് കൂടിയിട്ടുണ്ടാകുന്ന ആൾക്കാരെയെല്ലാം ആ ഒരു ആക്ടിൻ്റെ പരിധിയിൽ നോൺ റെസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് എത്തിയിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സിൻ്റെ സെക്ഷൻ 6 പ്രകാരം റെസിഡൻ്റ് ആയാലും ഫെമ റെഗുലേഷൻ പ്രകാരം നോൺ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ NRE അക്കൗണ്ടുകളിൽ നിന്നുണ്ടാകുന്ന പലിശയ്ക്ക് നമുക്ക് എക്സംഷൻ അപ്പോഴും എൻജോയ് ചെയ്യാവുന്നതാണ്. എന്നതുപോലെ FCNR അക്കൗണ്ടിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ FCNR അക്കൗണ്ടിലേക്ക് നമ്മൾ റെസിഡൻ്റ് ആയാലും നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, കാരണം 2-3 വർഷത്തേക്ക് നമ്മൾ തീർച്ചയായിട്ടും നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവും. ആ സമയത്തേക്കും FCNR ഡെപ്പോസിറ്റിന് മുകളിലും നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല, പലിശയ്ക്ക് മുകളിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എല്ലാ പലിശയ്ക്ക് മുകളിലും ടാക്സബിൾ ആണെന്ന് പറയുന്നതിൻ്റെ ഒരു എക്സംഷൻ ആയിട്ട് ഈ രണ്ടെണ്ണത്തിനെയും മനസ്സിലാക്കാം. താങ്ക് യു.